ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നാടൻ കോഴീനെ ക്ലീൻ ആക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. നമ്മുടെ വീട്ടിലത്തെ കോഴിയാണ്, നാടൻ കോഴിയാണ്. അപ്പോൾ ഇതിനെ എങ്ങനെയാണ് നല്ല ക്ലീൻ ആക്കി എടുക്കാൻ നോക്കാം. അപ്പോൾ ഈ അച്ഛനെ ഇവിടെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് കോഴീനെ ക്ലീൻ ആക്കാനായിട്ട്. അപ്പോൾ നമുക്കിനി എങ്ങനെ ചെയ്യണേ നോക്കാം. ആദ്യം തന്നെ നമ്മൾ നല്ല ചൂടുള്ള വെള്ളം, തിളച്ച വെള്ളം ഈ കോഴിയുടെ മേലേക്ക് ഒഴിക്കുകയാണ്. അതെന്തിനാ ഒഴിക്കണേ? തൂവല് പെട്ടെന്ന് പോരാനാ. നല്ല തിളച്ച വെള്ളം കോഴിയുടെ മേലേക്ക് ഒഴിക്കുമ്പോ അതിന്റെ തൂവല് പെട്ടെന്ന് പോരും. ഇത് എത്ര നേരം വെക്കണം? വേഗം എടുക്കാന്ന് പറയുന്നുണ്ട്. തൊലി ഉരിയ ചെയ്യാം. ഇതിന്റെ തൊലിയാണ് ഊരുള്ള പൂട. ചെയ്യണ്ട, സുഖമായിട്ട് പോരുണ്ട്. ചൂടുള്ള കാരണം കൈ നല്ല പൊള്ളുണ്ടാവൂലേ? ചൂടുണ്ട്. ഏകദേശം തൂവലൊക്കെ പറിച്ചു കഴിഞ്ഞു. തൂവലൊക്കെ ഒരുവിധം എല്ലാം പൊളിച്ചു കഴിഞ്ഞു. എന്തിനു ചെയ്യാ? വെള്ളം കൊണ്ട് കഴുകും. അപ്പൊ ഇനി കൊറച്ചൊക്കെ ഇങ്ങനെ ഒരു നൂല് പോലെ നിൽക്കുന്നുണ്ട്, അത് കരിക്കുക ചെയ്യാ നമ്മള്. ഇതുമ്പോ ചെറിയ ചെറിയ ഇങ്ങനെ നാരുകളുണ്ട്, അത് കരിക്കുക ചെയ്യാ. ഇവിടെ അച്ഛനല്ലാതെ തൂവലൊക്കെ പറിച്ചു കഴിഞ്ഞു കേട്ടാ. ഇനി ഇതിനെ കരിച്ചതിന് ശേഷമാണ് കഴുകണ്. ഗ്യാസിലായിട്ട് കരിയിക്കണ്. ചെറിയ കുറച്ചിങ്ങനെ തൂവൽ നിൽക്കണ്ടായിരുന്നൊക്കെ അതൊക്കെ കരിഞ്ഞു പോയി. ഇനിയാണ് കഴുകാല. ഇത് നന്നായി കഴുകാം. മണൊക്കെ പോകും. ഇനി ഇതിനെ നമുക്ക് നുറുക്കാം. കോഴീനെ നുറുക്കാനുള്ള വെട്ടി മുറിച്ച് കൂട്ടാണ് കേട്ടോ. ഒരു വാഴല വെട്ടിണ്ട്. വാഴലയിൽ വെച്ചിട്ടാണ് നമ്മൾ നുറുക്കുന്നത്. അപ്പൊ ആദ്യം 2 കാല് വെട്ടിയെടുത്തു. ഇനി കൈ വെട്ടിയെടുക്കാണ്. വലിക്കുക ചെയ്യണം.
മഞ്ഞ കാണുന്നതൊക്കെ നെയ്യാണ് അല്ലേ? ഇതാണ് കോഴിയുടെ നെയ്യ് മഞ്ഞ കളറിൽ കാണുന്നത്. അത് കാരണം മുട്ടയിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ കറി വയ്ക്കാൻ വിചാരിച്ചു. ഈ നെയ്യ് നമുക്ക് നന്നായി കഴുകിയിട്ട് ഉരുക്കി എടുത്തു വെക്കാം. അത് നമ്മളിങ്ങനെ പൊള്ളലൊക്കെ വരും. മുട്ട ഇടണില്ല. അപ്പൊ ഈ കോഴിയുടെ നെയ്യ് ഉരുക്കിയിട്ട് നമുക്ക് എടുത്തു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊള്ളലൊക്കെ വരുമ്പോ അവിടെ തേച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലതാണ്. നല്ലൊരു മരുന്നാണത്. ഞാൻ നെയ്യൊക്കെ മാറ്റണം അല്ലേ? അത് നമ്മൾ കറി വയ്ക്കുമ്പോ ആകെ നെയ്യിന്റെ കളിയായിരിക്കും. ഞാൻ മാങ്ങ പിന്നെ നെയ്യിന്റെ അതൊക്കെ ഒന്ന് കഴുകി എടുക്കുന്നുണ്ട്. നെയ്യ് ഇത് ചിക്കൻ നമ്മൾ കട്ട് ചെയ്തിട്ടില്ല. അങ്ങനെ വലിയ പീസാക്കി മുറിച്ച് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. ഇത് അതിന്റെ വേസ്റ്റുകളാണ്. ഇത് നെയ്യാണ്. നെയ്യ് മാറ്റി വെച്ചിട്ടുണ്ട്. അത് വേസ്റ്റുകള്. ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം കട്ട് ചെയ്യാം. ഞാൻ അടുത്ത് നുറുക്കാനായിട്ട് പോവാണ്. ഇതിന്റെ തൊലിയടക്കം നാടൻ കോഴി കറി ഒറ്റ ബോയിലറിന് തൊലി ഉണ്ടാവില്ല. അതെ, ടേസ്റ്റ് കൂടും. അപ്പൊ അതിന്റെ സൈഡിലെ ഇറച്ചികളെ മാത്രമാണ് ഇപ്പൊ നുറുക്കുന്നത്. എല്ലുകളൊക്കെ അവിടെ മാറ്റിട്ട് കൊടുക്കാതെ വെട്ടണം. നമ്മൾ വെട്ടാൻ പോവല്ലേ? ഇപ്പൊ ഇവിടെ നാടൻ കോഴിനെ ക്ലീൻ ആക്കി ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് അമ്മ കറി വെക്കുന്നത് എങ്ങനെയാണെന്നുള്ള വീഡിയോ ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല കേട്ടോ. അത്രേ ഉള്ളൂ. ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഉള്ളൂ. ഇന്ന് കറി ഉണ്ടാക്കുന്ന വീഡിയോ വേറൊരു വീഡിയോ ആയിട്ട് ഇടാം, അല്ലെങ്കിൽ ഭയങ്കര ലെങ്ത് കൂടി പോകും വീഡിയോന്റെ. അപ്പൊ ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ നാടൻ കോഴീനെ ക്ലീൻ ചെയ്തെടുക്കേണ്ടത്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. അച്ഛൻ്റെ അവിടെ ഇതൊക്കെ ക്ലീൻ ചെയ്യാണ്. അച്ഛൻ ഒരു ബായ് കൊടുത്തോ?